മോഹൻലാൽ 2025 മാൻ ഓഫ് ദി ഇയർ തൂക്കിയ വർഷമാണ് മോഹൻലാൽ. എന്തുകൊണ്ട് ബോക്സ് ഓഫീസിലെ കിങ് ആയ വർഷമാണ് 2025. 2026 മോഹൻലാൽ അഭിനയിച്ച ദൃശ്യം 3 ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരുന്നു വീണ്ടും. എന്തായാലും അതിന് ഗംഭീര ഒരു ഇനീഷ്യൽ കളക്ഷൻ, ഗംഭീര സിനിമയാണെങ്കിൽ റെക്കോർഡുകൾ തകർത്തു മാറ്റുന്ന ഒരു സിനിമയായിട്ട് മാറും. ദൃശ്യം 3 മോഹൻലാൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ്. പാട്രിയോട്ട് മോഹൻലാലിന്റെ റിലീസ് ചെയ്യുന്ന, മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കുന്ന റിലീസ് ചെയ്യുന്നത്. അത് ഏപ്രിൽ അത് റിലീസ് ചെയ്യും. മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് L365 ആണ് 2026. L365 365 ചിത്രമാണ് മോഹൻലാലിൻ്റെത്. അത് ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സംവിധായകൻ തരുൺ മൂർത്തി ആയിട്ടുണ്ട്. കഥകളെല്ലാം മാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ആഷിഖ് ഉസ്മാൻ അണ്ണന്റെ പ്രൊഡ്യൂസർ. എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങുന്ന ആദ്യ ചിത്രം L365 തന്നെയാണ്. അടുത്ത മോഹൻലാലിന്റെ ചിത്രം ഒരുക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ്. ബി ഉണ്ണികൃഷ്ണന്റെ ഗ്രാൻഡ് മാസ്റ്ററും ഒക്കെ ഒട്ടും മോശമല്ലാത്ത സിനിമയാണ്. മാടമ്പിയൊക്കെ ഒട്ടും മോശമല്ലാത്ത സിനിമയാണ്. നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ബി ഉണ്ണികൃഷ്ണൻ നമുക്ക് പൂർണ്ണമായിട്ടും മലയാളികൾക്ക് അത്ര വിശ്വസനീയ ഒരു സംവിധാനമല്ല. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ ഒന്നിക്കുമ്പം എന്തായാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മേജർ രവി മോഹൻലാൽ ചിത്രം, ഇത് എന്തായാലും ഒരു ആർമി ബേസ്ഡ് കഥ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മേജർ രവി ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പട്ടാള കഥയായിട്ട് വരുമ്പോൾ നമുക്ക് മേജർ രവിയെ കുറച്ച് കാണാൻ സാധിക്കത്തില്ല. ഗംഭീര ക്രൂ ആണ്, ടെക്നിക്കൽ ക്രൂ അല്ല അതിഗംഭീരമാണെന്ന് പറയപ്പെടുന്നു. അതങ്ങനെയാണെങ്കിൽ തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ മേജർ രവി ചിത്രം എടുത്താൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അനൂപ് മേനോൻ ചിത്രം അനൂപ് മേനോൻ ഡിക്ലെയർ ചെയ്തു. മോഹൻലാലും അത് ഫൈനലൈസ് ചെയ്ത കാര്യമാണ്. അനൂപ് മേനോന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ഏകദേശം 50-100 കോടിക്കും ഇടയ്ക്ക് വരുന്ന വമ്പൻ ക്യാൻവാസ് എടുക്കുന്ന ചിത്രമാണ്. ഇതൊരു ആക്ഷൻ ഇമോഷണലൊക്കെ വരുന്നൊരു ചിത്രമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ ചിത്രം 2026 ഉറപ്പിച്ച ചിത്രമാണ്. ഒരു ഫാന്റസി മൂവി. ദിലീഷ് പോത്തന്റെ സ്ഥിരം കാറ്റഗറി വരുന്നൊരു പടമല്ല, ഒരു ഫാന്റസി മൂവി വരുന്നൊരു ചിത്രമാണ്. മോഹൻലാൽ ദിലീഷ് പോത്തൻ ഒന്നിക്കുമ്പം എന്തായാലും ഒരു മാജിക് സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 2026 മോഹൻലാൽ തകർക്കട്ടെ, തൂക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.